വെൽക്കം ടു സുവോളജി ക്ലാസ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ബയോമോളിക്യൂൾസിനെ കുറിച്ച് പറഞ്ഞു. ബോത്ത് മൈക്രോ മോളിക്യൂൾസ് ആൻഡ് മാക്രോ ഇമ്പോർട്ടൻറ്റ് മൈക്രോ മോളിക്യൂൾസ് ആൻഡ് മാക്രോ മോളിക്യൂൾസ് നമ്മൾ ഡിസ്കസ് ചെയ്തു കഴിഞ്ഞ ക്ലാസ്സിൽ. നമുക്കറിയാം ഈ മൈക്രോ മോളിക്യൂൾസും മാക്രോ മോളിക്യൂൾസുമാണ് നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന നൂറുകണക്കിന് മെറ്റബോളിക് റിയാക്ഷൻസിൽ പങ്കെടുക്കുന്നു. നമ്മൾ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞല്ലോ, മെറ്റബോളിസം എന്ന് പറയുന്നത് ജീവന്റെ അടിസ്ഥാന ഘടകങ്ങളിൽ ഒന്നാണ്. ജീവൻ നിലനിൽക്കുന്നത് തന്നെ, ജീവൻ എന്ന അവസ്ഥ നിലനിൽക്കുന്നത് തന്നെ മെറ്റബോളിസത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ്. മെറ്റബോളിസം നടക്കുന്നത് കൊണ്ടാണ്. ഈ മെറ്റബോളിസത്തിൽ ധാരാളം മൈക്രോ മോളിക്യൂൾസും മാക്രോ മോളിക്യൂൾസും പങ്കെടുക്കുന്നു. മെറ്റബോളൈറ്റ്സ് എന്ന് വിളിക്കുന്നു. ഈ മാക്രോ മോളിക്യൂൾസും മൈക്രോ മോളിക്യൂൾസും ഒക്കെ മെറ്റബോളിസിൽ തുടർച്ചയായി പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു. അതായത് ഒരു മെറ്റബോളൈറ്റ് തന്നെ ഒരു കെമിക്കൽ റിയാക്ഷനിൽ മാത്രമല്ല പങ്കെടുക്കുക. ആ മെറ്റബോളൈറ്റ് ഒരു കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുത്തതിന് മാറ്റം സംഭവിക്കുന്നു, അത് വേറൊരു പ്രൊഡക്റ്റ് ആയിട്ട് മാറുന്നു, അത് വീണ്ടും മെറ്റബോളിസിൽ പങ്കെടുക്കുന്നു, അത് മറ്റൊന്നായിട്ട് മാറുന്നു. ഇങ്ങനെ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. മെറ്റബോളൈറ്റ്സിന് തുടർച്ചയായ, അല്ലെങ്കിൽ ഈ മൈക്രോ മോളിക്യൂൾസിനും മാക്രോ മോളിക്യൂൾസിനും ഒക്കെ തുടർച്ചയായ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അമിനോ ആസിഡുകൾ, പ്രോട്ടീൻ ഉണ്ടാകുന്നു, പ്രോട്ടീൻ വിഘടിച്ച് വീണ്ടും അമിനോ ആസിഡ് ഉണ്ടാകുന്നു, അമിനോ ആസിഡുകളിൽ നിന്നും വേറെ പല മോളിക്യൂൾസ് ഉണ്ടാകുന്നു. അപ്പൊ അങ്ങനെ ഇത് ഇങ്ങനെ തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ് മെറ്റബോളിസം എന്ന് വിളിക്കുന്നത്. നമ്മളതിനെ ടേൺ ഓവർ എന്നാണ് നിങ്ങളുടെ പുസ്തകത്തിൽ അതിനെ ചിത്രീകരിച്ചിട്ടുള്ളത്. ദാറ്റ് മീൻസ് മെറ്റബോളൈറ്റ്സ് ആർ കണ്ടിന്യൂസ്ലി സബ്ജക്റ്റഡ് ടു ടേൺ ഓവർ. അതായത് ഒന്ന് മറ്റൊന്നായിട്ട് മാറുകയും അത് വേറൊന്നായി മാറുകയും അങ്ങനെ അത് കണ്ടിന്യൂ ചെയ്ത് പോവുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഒരേ മെറ്റബോളൈറ്റ് തന്നെ പല കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുന്നു. ഓക്കെ, അങ്ങനെ മെറ്റബോളിസത്തിന്റെ ഒരു കണ്ടിന്യൂസ് ഫ്ലോ നമ്മുടെ ശരീരത്തിൽ എപ്പോഴും ഉണ്ട്. ഇതാണ് ജീവനുള്ള വസ്തുവായി ഓരോ ഓർഗാനിസത്തെയും നിലനിർത്തുന്നത്. ഓക്കെ, ഈ മെറ്റബോളിക് റിയാക്ഷൻസ് ഒക്കെ തന്നെ എൻസൈമാറ്റിക് റിയാക്ഷൻസ് ആണ്. എന്താണ് എൻസൈമാറ്റിക് റിയാക്ഷൻസ് എന്ന് പറഞ്ഞാൽ? ഓരോ മെറ്റബോളിക് റിയാക്ഷൻസും എൻസൈമിന്റെ സഹായത്താലാണ് നടക്കുക. എൻസൈമിനെ കുറിച്ച് കൂടുതൽ നമ്മളിനി പഠിക്കാൻ പോകുന്നു. അപ്പോൾ എല്ലാം എൻസൈമാറ്റിക് റിയാക്ഷൻസ് ആണ്, അല്ലെങ്കിൽ എൻസൈമിന്റെ സഹായത്താലാണ്, രാസാഗ്നികളുടെ സഹായത്താലാണ് ഈ കെമിക്കൽ റിയാക്ഷൻസ് ഒക്കെ നടക്കുക. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞു, നമുക്കറിയാം മെറ്റബോളിസം രണ്ട് തരത്തിലുണ്ട്: കാറ്റബോളിക് റിയാക്ഷൻസ് ആൻഡ് ആനബോളിക് റിയാക്ഷൻസ്. കാറ്റബോളിക് റിയാക്ഷൻസ് ആർ ഡിസ്ട്രക്റ്റീവ് റിയാക്ഷൻസ്. അതായത് ലാർജർ കോമ്പൗണ്ട്സ്, ലാർജർ മോളിക്യൂൾസ് ആർ ബ്രോക്കൺ ഡൗൺ ഇൻ ടു സ്മോളർ മോളിക്യൂൾസ്. ഇതിനാണ് നമ്മൾ എന്ത് വിളിക്കാം? കാറ്റബോളിസം എന്ന് വിളിക്കാം. ആനബോളിസം എന്ന് പറഞ്ഞാൽ എന്താണ്? ആനബോളിസം എന്ന് പറഞ്ഞാൽ കൺസ്ട്രക്റ്റീവ് പ്രോസസ്സാണ്. ഫ്രം സ്മോളർ മോളിക്യൂൾസ്, ഫ്രം മൈക്രോ മോളിക്യൂൾസ്, ലാർജർ മോളിക്യൂൾസ് ആർ ഓർ മാക്രോ മോളിക്യൂൾസ് ആർ പ്രൊഡ്യൂസ്ഡ്. അതിന് നമ്മൾ ആനബോളിസം എന്ന് വിളിക്കും. ആനബോളിസം റിക്വയർസ് എനർജി. അത് എനർജി ആവശ്യമുള്ള ഒരു മെറ്റബോളിക് റിയാക്ഷനാണ് ആനബോളിസം എന്ന് വിളിക്കുന്നത്. ഓക്കെ, മെറ്റബോളിസം പലപ്പോഴും നടക്കുന്നത് പല സ്റ്റെപ്പുകളായിട്ടാണ്. മെറ്റബോളിക് പാത്വേ എന്നാണ് ഇതിന് പറയുന്നത്. അതായത് ഒരു മോളിക്യൂൾ മറ്റൊന്നായിട്ട് മാറി, അതൊരു കെമിക്കൽ റിയാക്ഷൻ, അത് മറ്റൊന്നായിട്ട് മാറി, അത് വേറൊന്നായിട്ട് മാറി, അങ്ങനെ പലപ്പോഴും പാത്വേ ആയിട്ടാണ്, ഒരു ചെയിൻ ആയിട്ടാണ് പലപ്പോഴും കെമിക്കൽ റിയാക്ഷൻസ് നടക്കുക. അതിനൊരു എക്സാമ്പിളാണ് ഗ്ലൈക്കോളൈസിസ് എന്ന് വിളിക്കുന്ന ഒരു എക്സാമ്പിൾ. Glycolysis is the step-by-step conversion of glucose. Step-by-step conversion of glucose into pyruvic acid in our body. Pyruvic acid.
So this conversion of glucose into pyruvic acid is a metabolic pathway which has 10 steps. 10 steps. അതായത് 10 സ്റ്റെപ്പുകൾ. അതായത് ഗ്ലൂക്കോസ് ഡയറക്റ്റ് ആയിട്ട് പൈറുവിക് ആസിഡ് ആയിട്ട് മാറുകയല്ല ചെയ്യുക. ഗ്ലൂക്കോസ് ഒരു മോളിക്യൂൾ, ഒരു കോമ്പൗണ്ട് ആയിട്ട് മാറി, അത് വേറൊന്നായിട്ട് മാറി, അത് വേറൊന്നായി മാറി, അത് വേറൊന്നായി മാറി, അങ്ങനെ അവസാനം അത് പൈറുവിക് ആസിഡ് ആയിട്ട് മാറും. അപ്പോൾ മെറ്റബോളിക് പാത്വേ ആയിട്ടാണ് നടക്കുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഈ എക്സാമ്പിൾ പറഞ്ഞത്. ഇതിനാണ് നമ്മൾ ഗ്ലൂക്കോസ് പൈറുവിക് ആസിഡ് ആയിട്ട് മാറുന്ന ഈ പ്രക്രിയക്കാണ് നമ്മൾ എന്ത് വിളിക്കാം? ഗ്ലൈക്കോളൈസിസ് എന്ന് പറയുക. ഇറ്റ് ഇസ് എ 10 സ്റ്റെപ്പ് മെറ്റബോളിക് പാത്വേ. അങ്ങനെ അതിന് ഓരോ സ്റ്റെപ്പിനും എൻസൈം ഉണ്ടാവും. ഓരോ സ്റ്റെപ്പും നടത്തിക്കുന്നത് അല്ലെങ്കിൽ അത് ആ കെമിക്കൽ റിയാക്ഷൻ പൂർത്തിയാക്കുന്നത് എൻസൈമിന്റെ സഹായത്താലാണ്. എൻസൈമാറ്റിക് റിയാക്ഷൻ. ഓക്കെ. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഈ മെറ്റബോളിക് പാത്വേ ആണ്, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന ഈ ധാരാളം മെറ്റബോളിക് റിയാക്ഷൻസ് ആണ് ഒരു ജീവനുള്ള വസ്തുവിനെ ജീവനുള്ളതാക്കി, അല്ലെങ്കിൽ ലൈഫ് എന്ന പ്രതിഭാസം, അതിന് കാരണം നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന ഈ മെറ്റബോളിക് റിയാക്ഷൻസ് ആണ്. അത് മാത്രമല്ല, നമ്മുടെ ശരീരത്തിലെ ഈ കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്ന ഈ മെറ്റബോളിസം ഒരു നമ്മുടെ ശരീരത്തിലെ ബാലൻസ്ഡ് ആയിട്ടാണ് നടക്കുക. എല്ലാ സബ്സ്റ്റൻസിൻ്റെയും ഒരു ബാലൻസ് നിലനിർത്തിക്കൊണ്ടാണ് മെറ്റബോളിസം നടക്കുക. നമുക്കറിയാം, ദർ ഇസ് എ ബാലൻസ് ഇൻ ദ എമൗണ്ട് ഓഫ് വാട്ടർ, ഇൻ ദ എമൗണ്ട് ഓഫ് കാൽഷ്യം, അതുപോലെ സോഡിയം, പൊട്ടാസ്യം, അതുപോലെ എല്ലാ മോളിക്യൂൾസിൻ്റെയും ഒരു ബാലൻസ് നിലനിർത്തുന്നുണ്ട്. കൂടുന്നുമില്ല, കുറയുന്നുമില്ല. ഏറെക്കുറെ ഒരു ബാലൻസ് നിലനിർത്തിക്കൊണ്ടാണ് പോകുന്നത്. ഒരു സ്റ്റഡി സ്റ്റേറ്റ് മെയിൻറ്റെയിൻ ചെയ്യും. നമ്മളതിനെ സ്റ്റഡി സ്റ്റേറ്റ് അല്ലെങ്കിൽ ഹോമിയോസ്റ്റാസിസ് എന്നൊക്കെ നമ്മൾ പറയും. അപ്പോൾ മെറ്റബോളിസം അങ്ങനെ ഒരു ഹോമിയോസ്റ്റാസിസ് നിലനിർത്താനും സഹായിക്കുന്നുണ്ട്. ഓക്കെ, അതാണ് ലൈഫിൻ്റെ ആധാരം എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, എല്ലാ മെറ്റബോളിക് റിയാക്ഷൻസും എൻസൈമാറ്റിക് റിയാക്ഷൻസ് ആണ് എന്ന് നമ്മൾ പറഞ്ഞു. നമ്മളിനി കൂടുതൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എൻസൈംസിനെ കുറിച്ചാണ്. എൻസൈംസ് എന്താണ് എൻസൈംസ്? എൻസൈംസ് എന്താണ്? എൻസൈംസ് ആർ ബയോളജിക്കൽ കാറ്റലിസ്റ്റ്. എൻസൈംസ് ആർ ബയോളജിക്കൽ കാറ്റലിസ്റ്റ്. കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ മലയാളത്തിന് ഉൾപ്രേരകം എന്നാണ് പറയുക. കാറ്റലിസ്റ്റ്, ബയോളജിക്കൽ കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ജീവശരീരത്തിൽ പ്രവർത്തിക്കുന്ന കാറ്റലിസ്റ്റ് ആണ് ബയോളജിക്കൽ കാറ്റലിസ്റ്റ്. നമ്മൾ ലബോറട്ടറിയിൽ അല്ലെങ്കിൽ കെമിക്കൽ റിയാക്ഷൻസ് നമ്മൾ ലബോറട്ടറിയിലൊക്കെ നടത്തുമ്പോൾ കാറ്റലിസ്റ്റുകൾ നമ്മൾ ധാരാളം ഉപയോഗിക്കാറുണ്ട്. നിങ്ങൾ കെമിസ്ട്രിയിലൊക്കെ ചാർന്ന ക്ലാസ്സിൽ നിങ്ങൾ കെമിസ്ട്രിയിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് കാറ്റലിസ്റ്റ്, പലതരത്തിലുള്ള കാറ്റലിസ്റ്റ് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് കാറ്റലിസ്റ്റ്? Catalysts are chemical substances which modify the rate of the chemical reaction, probably increase the chemical rate of the chemical reaction without involving itself in the chemical reaction. അതായത് ആ കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കാതെ, ഒരു കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കാതെ കെമിക്കൽ റിയാക്ഷന്റെ റേറ്റ് വ്യത്യാസം വരുത്തുന്ന, മിക്കവാറും റേറ്റ് വർദ്ധിപ്പിക്കുന്ന കോമ്പോണൻസിനെയാണ്, കെമിക്കൽ സബ്സ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കാം? കാറ്റലിസ്റ്റ് എന്ന് വിളിക്കാം. ധാരാളം കാറ്റലിസ്റ്റുകൾ നമ്മൾ ലബോറട്ടറിയിൽ ഉപയോഗിക്കാറുണ്ട്. കെമിക്കൽ റിയാക്ഷൻ്റെ വേഗത വർദ്ധിപ്പിക്കാറുണ്ട്, റേറ്റ് കൂട്ടാൻ വേണ്ടി ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അതുപോലെ ചില കാറ്റലിസ്റ്റുകൾ ബയോളജിക്കൽ സിസ്റ്റത്തിനും അല്ലെങ്കിൽ നമ്മുടെ മെറ്റബോളിക് ആക്ടിവിറ്റീസിലും ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ശരീരത്ത് പ്രവർത്തിക്കുന്ന കാറ്റലിസ്റ്റുകളെയാണ് നമ്മൾ എന്ത് വിളിക്കാം? എൻസൈം എന്ന് വിളിക്കാം. നമ്മുടെ ശരീരത്തെ എല്ലാ രാസപ്രവർത്തനങ്ങളും എല്ലാ മെറ്റബോളിക് പ്രവർത്തനങ്ങളും എൻസൈമാറ്റിക് കെമിക്കൽ റിയാക്ഷൻസ് ആണ്. അതായത് കാറ്റലിസ്റ്റ് അല്ലെങ്കിൽ എൻസൈമിന്റെ സഹായത്താലാണ് എല്ലാ കെമിക്കൽ റിയാക്ഷൻസും എല്ലാ മെറ്റബോളിക് പാത്വേസും നമ്മുടെ ശരീരത്തിൽ നടക്കുക. ഓക്കെ, അപ്പോൾ ഇനി എന്താണ് എൻസൈംസ്? എൻസൈംസ് ആർ കെമിക്കലി പ്രോട്ടീൻസ്. എൻസൈംസ് എല്ലാം എന്താണ്? പ്രോട്ടീൻസ് ആണ്, ഫങ്ഷണൽ പ്രോട്ടീൻസ് ആണ് എൻസൈംസ്. ഓക്കെ, എൻസൈംസ് നമ്മൾ നേരത്തെ പ്ലോട്ട് ചെയ്യുന്ന പല
സ്ട്രക്ചറൽ ലെവൽസ് ഉണ്ട്. നമ്മൾ പ്രൈമറി ലെവൽ, പ്രൈമറി സ്ട്രക്ചർ, സെക്കൻഡറി സ്ട്രക്ചർ, ടെർഷ്യറി സ്ട്രക്ചർ, ക്വാട്ടർണറി സ്ട്രക്ചർ എന്നൊക്കെ പറയും. എൻസൈംസ് ആർ ജനറലി ഇൻ ദ ടെർഷ്യറി സ്റ്റേജ്. എൻസൈംസ് എപ്പോഴും എന്താണ് 3 ഡയമെൻഷണൽ ടെർഷ്യറി സ്റ്റേജിലാണ് എൻസൈംസ് കാണുക. ഓക്കെ, അപ്പോൾ എൻസൈംസിന് പല പ്രത്യേകതകളുണ്ട്. അതിൻ്റെ ടെർഷ്യറി സ്റ്റേജിൽ അതിന് ചില ബൈൻഡിങ് സൈറ്റുകളുണ്ട്. അത് സബ്സ്ട്രേറ്റുമായി ബൈൻഡ് ചെയ്യുന്ന സൈറ്റുകളുണ്ട്. എന്താണ് സബ്സ്ട്രേറ്റ് എന്ന് പറഞ്ഞാൽ? എന്താണ് സബ്സ്ട്രേറ്റ്? സബ്സ്ട്രേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എൻസൈം ബൈൻഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ എൻസൈമുമായി ഒരു കെമിക്കൽ റിയാക്ഷനിൽ ഏർപ്പെടുമ്പോൾ എൻസൈമുമായി ബൈൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ എൻസൈം ഇടപെടുന്ന പദാർത്ഥങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുക? സബ്സ്ട്രേറ്റ് എന്ന് വിളിക്കുക. ഓക്കെ, ഇപ്പോൾ ഒരു കെമിക്കൽ റിയാക്ഷനിൽ ഇപ്പോൾ A+B gives C, ഇതൊരു കെമിക്കൽ റിയാക്ഷൻ ആണെന്ന് വിചാരിക്കാം. ഇതിലേതാണ് സബ്സ്ട്രേറ്റ്? ഇവിടെ ഈ റിയാക്റ്റൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? സബ്സ്ട്രേറ്റ് എന്ന് വിളിക്കുക. കാരണം ഇവിടെ ഈ കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുന്ന ഈ സബ്സ്റ്റൻസ് ആണ് സബ്സ്ട്രേറ്റ്സ്. ഇതാണ് എൻസൈമുമായിട്ട് ബൈൻഡ് ചെയ്യുക. കെമിക്കൽ റിയാക്ഷനിൽ എൻസൈമുമായി ബൈൻഡ് ചെയ്യുന്ന, താൽക്കാലികമായി ബൈൻഡ് ചെയ്യുന്ന സബ്സ്റ്റൻസ് ആണ് ഈ റിയാക്റ്റൻസ്. അപ്പോൾ ഇവയെ നമ്മൾ എന്ത് വിളിക്കുന്നു? സബ്സ്ട്രേറ്റ് എന്ന് വിളിക്കുന്നു. അപ്പോൾ സബ്സ്ട്രേറ്റുമായി ബൈൻഡ് ചെയ്യാനുള്ള ചില ബൈൻഡിങ് സൈറ്റുകൾ എൻസൈമിന്റെ ടെർഷ്യറി സ്ട്രക്ചറിലുണ്ട്. ഈ ബൈൻഡിങ് സൈറ്റിനെ നമ്മൾ ആക്റ്റീവ് സൈറ്റ് എന്ന് വിളിക്കണം. ആക്റ്റീവ് സൈറ്റ് എന്ന് വിളിക്കണം. അപ്പോൾ എൻസൈമുകൾക്ക് ആക്റ്റീവ് സൈറ്റുകളുണ്ട്. എൻസൈമിന്റെ ടെർഷ്യറി സ്ട്രക്ചറിൽ മാത്രമേ ഈ ആക്റ്റീവ് സൈറ്റുകൾ ഉണ്ടാവൂ. ഈ ആക്റ്റീവ് സൈറ്റ് ഉപയോഗിച്ചിട്ടാണ് എൻസൈം സബ്സ്ട്രേറ്റുമായി ബൈൻഡ് ചെയ്യുക. ഓക്കെ, ഏത് പദാർത്ഥമാണോ കെമിക്കൽ റിയാക്ഷനിൽ ഏർപ്പെടുന്നത് അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? സബ്സ്ട്രേറ്റ് എന്ന് വിളിക്കുക. ആ സബ്സ്ട്രേറ്റ് ആണ് എൻസൈമുമായി ആക്റ്റീവ് സൈറ്റ് വഴി ബൈൻഡ് ചെയ്യുക. ഓക്കെ, ഇനി എൻസൈം പ്രോട്ടീൻ ആയതുകൊണ്ട് തന്നെ ഉയർന്ന ടെമ്പറേച്ചറിൽ അവയ്ക്ക് ഡീനാച്ചുറേഷൻ സംഭവിക്കും. ചൂട് കൂടി കഴിയുമ്പോൾ അവർക്ക് ഡീനാച്ചുറേഷൻ സംഭവിക്കും. ഘടനാപരമായ നാശം സംഭവിക്കുന്നു ചൂട് കൂടുമ്പോൾ. അവയ്ക്കൊരു പ്രത്യേക ടെമ്പറേച്ചർ റേഞ്ചിൽ മാത്രമേ പ്രവർത്തിക്കാൻ സാധിക്കൂ. അതിനെപ്പറ്റി കൂടുതൽ വരുന്ന ക്ലാസ്സുകളിൽ നിന്ന് മനസ്സിലാവും. എന്നാൽ ചില ജീവികൾ തെർമോഫിലിക് ആയിട്ടുള്ള ജീവികളുണ്ട്. തെർമോഫിലിക് ഓർഗാനിസംസ് എന്ന് പറഞ്ഞാൽ വളരെ ചൂട് കൂടിയ കാലാവസ്ഥയിൽ ജീവിക്കുന്ന, അല്ലെങ്കിൽ വളരെ ചൂട് കൂടിയ ചുറ്റുപാടുകളിൽ ജീവിക്കുന്ന ജീവികളെയാണ് നമ്മൾ എന്ത് വിളിക്കുക? തെർമോഫിലിക് എന്ന് വിളിക്കുക. ചില ജീവികൾ ഹോട്ട് വെൻസ്, അതായത് ചൂടുറവകളിൽ ജീവിക്കുന്ന ജീവികളുണ്ട്. അവിടെ വെള്ളം തിളച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ ചില ഉറവകളുണ്ട്. ആ ഉറവയിൽ നിന്നും വരുന്ന വെള്ളം തിളച്ച വെള്ളമായിരിക്കും വരിക. അങ്ങനെയുള്ള ചില സ്ഥലങ്ങളുണ്ട്. ഹോട്ട് വെൻസ് എന്നാണ് അവയെ വിളിക്കുക. അവയിൽ ജീവിക്കുന്ന ജീവികളുമുണ്ട്. അപ്പോൾ അവരുടെ കാര്യത്തിൽ അവർക്കുള്ള എൻസൈം എന്ന് പറഞ്ഞാൽ ആ ടെമ്പറേച്ചറിനെ അതിജീവിക്കാൻ, ആ ടെമ്പറേച്ചർ ഡീനാച്ചുറേഷൻ സംഭവിക്കാത്ത എൻസൈം ആയിരിക്കും അവർക്കുള്ളത്. അപ്പോൾ എക്സെപ്റ്റ് ഇൻ തെർമോഫിലിക് ഓർഗാനിസംസ്, ഇൻ അതർ ഓർഗാനിസംസ് ദി എൻസൈം get denatured at high temperatures. Okay. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, എൻസൈം കെമിക്കൽ റിയാക്ഷനിൽ ഇടപെടുന്നു. കെമിക്കൽ റിയാക്ഷനിലെ റേറ്റ് മോഡിഫൈ ചെയ്യുന്നു, പലപ്പോഴും റേറ്റ് കൂട്ടുന്നു. അപ്പോൾ എന്താണ് കെമിക്കൽ റിയാക്ഷൻ? കെമിക്കൽ ചേഞ്ച് ആൻഡ് ഫിസിക്കൽ ചേഞ്ച്. അപ്പോൾ പദാർത്ഥങ്ങൾക്ക് 2 തരത്തിലുള്ള ചേഞ്ചസ് ഉണ്ട് എന്ന് നമുക്കറിയാം. കെമിക്കൽ ചേഞ്ച് ആൻഡ് ഫിസിക്കൽ ചേഞ്ച്. എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം? കെമിക്കൽ ചേഞ്ച്, ഫിസിക്കൽ ചേഞ്ച് ആൻഡ് കെമിക്കൽ ചേഞ്ച്. ഫിസിക്കൽ ചേഞ്ച് ആൻഡ് കെമിക്കൽ ചേഞ്ച് എന്താണ് തമ്മിലുള്ള വ്യത്യാസം?
എന്താണ് ഒരു ഫിസിക്കൽ ചേഞ്ച് എന്ന് പറഞ്ഞാൽ? ഒരു പദാർത്ഥത്തിൻ്റെ ഭൗതിക സ്വഭാവത്തിൽ മാറ്റം വരുന്നു, ഫിസിക്കൽ സ്റ്റേറ്റിന് മാറ്റം വരുന്നു, വിത്തൗട്ട് ബ്രേക്കിംഗ് ഓർ മേക്കിംഗ് എനി ബോണ്ട്, എനി കെമിക്കൽ ബോണ്ട്. അതിനാണ് നമ്മൾ എന്ത് വിളിക്കുക? ഫിസിക്കൽ ചേഞ്ച്. ഫോർ എക്സാമ്പിൾ, ഐസ് ഉരുകി വെള്ളമായി മാറുന്നു, അതൊരു ഫിസിക്കൽ ചേഞ്ചാണ്. അവിടെ യാതൊരു കെമിക്കൽ റിയാക്ഷനോ അല്ലെങ്കിൽ ഒരു ബോണ്ട് ബ്രേക്കിങ്ങോ ബോണ്ട് മേക്കിങ്ങോ നടക്കുന്നില്ല. നമ്മളതിനെ ഫിസിക്കൽ ചേഞ്ച് എന്നാണ് നമ്മളതിനെ വിളിക്കുക. അതുപോലെ വെള്ളം ഐസായി മാറുന്നു, ഒരു ഫിസിക്കൽ ചേഞ്ചാണ്. ഇനി എന്താണ് ഈ കെമിക്കൽ ചേഞ്ച്? എന്നാണ് കെമിക്കൽ ചേഞ്ച് എന്ന് പറഞ്ഞാൽ എ ചേഞ്ച് ഇൻ വിച്ച് certain bonds are broken, certain chemical bonds are broken and new bonds are formed. അതിനാണ് നമ്മൾ എന്ത് വിളിക്കാം? ഒരു കെമിക്കൽ ചേഞ്ച് എന്ന് വിളിക്കാം, ഓർ കെമിക്കൽ റിയാക്ഷൻ എന്ന് വിളിക്കാം. ഫോർ എക്സാമ്പിൾ, ഒരു കെമിക്കൽ റിയാക്ഷൻ നമുക്ക് നോക്കാം. BaOH twice plus H2SO4 gives BaSO4 plus 2H2O. ഇതൊരു കെമിക്കൽ റിയാക്ഷൻ. ബേരിയം ഹൈഡ്രോക്സൈഡ് H2SO4 സൾഫ്യൂരിക് ആസിഡുമായി റിയാക്ട് ചെയ്യുമ്പോൾ ബേരിയം സൾഫേറ്റും വാട്ടറും ഉണ്ടാകുന്നത് നമുക്കറിയാം. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇവിടെ ചില ബോണ്ടുകൾ ബ്രേക്ക് ചെയ്യും, അല്ലേ? അപ്പോൾ ബേരിയവും ഈ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പും ഒക്കെ ആയിട്ടുള്ള ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട്, അതുപോലെ ഹൈഡ്രജനും സൾഫേറ്റും തമ്മിലുള്ള ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് ബേരിയവും സൾഫേറ്റും തമ്മിലൊരു പുതിയ ബോണ്ട് ഉണ്ടാകുന്നു. അതുപോലെ ഹൈഡ്രജൻ ഓക്സിജനുമായി പുതിയ ബോണ്ട് ഉണ്ടാക്കും, ഹൈഡ്രോക്സിൽ ഗ്രൂപ്പും ഹൈഡ്രജനും പുതിയ ബോണ്ടുകൾ രൂപപ്പെട്ട് വാട്ടർ ഉണ്ടാകുന്നു. അപ്പോൾ ഇവിടെ കെമിക്കൽ റിയാക്ഷൻ ഇസ് എ ചേഞ്ച് ഇൻ വിച്ച് എക്സിസ്റ്റിംഗ് ബോണ്ട്സ് ആർ ബ്രോക്കൺ ആൻഡ് ന്യൂ ബോണ്ട്സ് ആർ ഫോംഡ്. ഇതിനാണ് നമ്മൾ കെമിക്കൽ റിയാക്ഷൻ വിളിക്കുന്നത്. നിങ്ങൾക്ക് അങ്ങനെ ധാരാളം കെമിക്കൽ റിയാക്ഷൻ നിങ്ങൾക്ക് പരിചയമുണ്ട്. നിങ്ങൾ ഇതിനു മുമ്പുള്ള ക്ലാസ്സുകളിലൊക്കെ നിങ്ങൾ കെമിക്കൽ റിയാക്ഷനെ പറ്റി പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്കറിയാം കെമിക്കൽ റിയാക്ഷനിൽ റിയാക്റ്റൻസ് ആർ ദർ ആൻഡ് പ്രോഡക്ട്സ് ആർ ദർ. റിയാക്റ്റൻസ് ആർ ദർ ആൻഡ് പ്രോഡക്ട്സ് ആർ ദർ. റിയാക്റ്റൻസ് റിയാക്ട് ടുഗദർ ടു ഫോം ദ പ്രോഡക്ട്സ്, അല്ലേ? കെമിക്കൽ റിയാക്ഷനിൽ ഏർപ്പെടുന്ന പദാർത്ഥങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കാം? റിയാക്റ്റൻസ് എന്ന് വിളിക്കാം. അങ്ങനെ റിയാക്ഷൻ നടക്കുന്നു, അതിന്റെ ഫലമായി പ്രോഡക്ട്സ് ഉണ്ടാകും. ഓക്കെ, ഇനി എന്താണ് ഒരു കെമിക്കൽ റിയാക്ഷന്റെ റേറ്റ് എന്ന് വിളിക്കുന്നത്? അതിന്റെ സ്പീഡ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ. എന്താണ് റേറ്റ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ എന്ന് പറഞ്ഞത്? നമുക്ക് റേറ്റ് ഓഫ് ദ കെമിക്കൽ റിയാക്ഷൻ നമുക്ക് രണ്ട് തരത്തിൽ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ സാധിക്കും. ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ എത്ര പ്രോഡക്ട്സ് ഉണ്ടാകുന്നു എന്ന് നോക്കി നമുക്ക് കെമിക്കൽ റിയാക്ഷൻ റേറ്റ് പറയാം. എല്ലാ കെമിക്കൽ റിയാക്ഷനും ഒരേ റേറ്റ് അല്ല, എന്ന് നമുക്കറിയാം. ഫോർ എക്സാമ്പിൾ, നമുക്കൊരു കെമിക്കൽ റിയാക്ഷൻ നോക്കാം. A plus B gives C. ഇതൊരു കെമിക്കൽ റിയാക്ഷനാണ്, ഒരു കെമിക്കൽ റിയാക്ഷൻ. ഈ കെമിക്കൽ റിയാക്ഷനിൽ ഒരു മിനിറ്റ് ഈ കെമിക്കൽ റിയാക്ഷൻ നടന്നു കഴിയുമ്പോൾ, സോ ഫോർ എക്സാമ്പിൾ 50 milligrams of C is formed. ഇവിടെ C ഉണ്ടാകുന്ന എത്രയാണ്? 50 milligrams in 1 minute. 50 milligram per minute ആണ് ഉണ്ടാകുന്നത്. രണ്ടാമത്തെ കെമിക്കൽ റിയാക്ഷൻ നോക്കാം. D plus E is equal to F. ഇതൊരു കെമിക്കൽ റിയാക്ഷനാണ്. ഈ രണ്ടാമത്തെ കെമിക്കൽ റിയാക്ഷനിൽ 100 milligram of F is formed per minute. 100 milligram F ഉണ്ടാകുന്നു ഒരു മിനിറ്റ്. ഇപ്പൊ രണ്ട് കെമിക്കൽ റിയാക്ഷനിലും ഒരു മിനിറ്റ് ആണ് നടന്നത്. ടൈം ഈസ് ഈക്വൽ. പക്ഷെ ഉണ്ടായ പ്രോഡക്റ്റ് ഇവിടെ കൂടുതലാണ്. അപ്പോൾ നമുക്ക് പറയാം ദീസ് കെമിക്കൽ റിയാക്ഷൻ ഹാസ് ഹയർ റേറ്റ്, അല്ലേ? കൂടുതൽ റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ ഈസ് മോർ ഫോർ ദിസ് കെമിക്കൽ റിയാക്ഷൻ. എന്താണ് കാരണം? മോർ പ്രോഡക്റ്റ് ഹാസ് ഫോംഡ് വിത്തിൻ എ ഗിവൺ ടൈം. അപ്പോൾ എന്താണ് കെമിക്കൽ റിയാക്ഷൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ?
The rate of the chemical reaction is the amount of products formed in a definite time. Okay, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ അല്ലെങ്കിൽ വെലോസിറ്റി ഓഫ് കെമിക്കൽ റിയാക്ഷൻ എന്നൊക്കെ വിളിക്കുക. ഇത് നമുക്ക് വേറെ രീതിയിൽ നമുക്ക് ഡിഫൈൻ ചെയ്യാം. ഇറ്റ് ഈസ് ദ amount of reactants consumed. പ്രോഡക്റ്റ് ഉണ്ടാകുന്നതനുസരിച്ച് റിയാക്ടൻസ് കുറയുമല്ലോ, അല്ലേ? അപ്പൊ റിയാക്ടൻസ് കുറഞ്ഞാലാണ് റിയാക്ടൻസ് കുറയും. പ്രൊഡക്ട്സ് ഉണ്ടാകുന്നതനുസരിച്ച് റിയാക്ടൻസ് കുറയും. റിയാക്ടൻസ് കൺസ്യൂം ചെയ്യുന്നു. റിയാക്ടൻസ് ഇവിടെ കുറയുന്നത് അത് എത്രയാണെന്ന് നോക്കിയാലും മതി. റിയാക്ടൻസ് ഒരു മിനിറ്റിൽ എത്ര കുറയുന്നു? അത് കൂടുതൽ കുറഞ്ഞാൽ റേറ്റ് കൂടുതലാണെന്ന് പറയാം, കുറച്ച് കുറയുന്നുണ്ടെങ്കിൽ റേറ്റ് കുറവാണെന്ന് പറയാം. So this is the rate of the chemical reaction. So the rate of chemical reaction can be denoted by a rate of the chemical reaction is equal to delta P by delta T. എന്താണ് ഡെൽറ്റ എന്ന് പറയുന്നത്? ചേഞ്ച് ആണ് കാണിക്കുന്നത്. നമ്മൾ കെമിക്കൽ റിയാക്ഷൻ തുടങ്ങുമ്പോൾ ഉണ്ടാകുന്ന പ്രൊഡക്റ്റിന്റെ അളവ് എത്ര, കെമിക്കൽ റിയാക്ഷൻ തീരുമ്പോഴുള്ള പ്രൊഡക്റ്റിന്റെ അളവത്ര, ആ ചേഞ്ച് ആണ് നമ്മളിവിടെ കാണിക്കുന്നത്. ആ ചേഞ്ച് കാണിക്കാൻ ഡെൽറ്റ വിളിക്കുന്നത് ഡെൽറ്റ പി ബൈ ഡെൽറ്റ ടൈം. തുടങ്ങുമ്പോഴുള്ള ടൈം, അവസാനിക്കുമ്പോഴുള്ള ടൈം. ഓക്കെ, അപ്പൊ അതിനാണ് നമ്മൾ റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ എന്ന് വിളിക്കുക. അപ്പൊ നമ്മളിവിടെ റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ പറയാനുള്ള കാരണം, എല്ലാ കെമിക്കൽ റിയാക്ഷനും റേറ്റ് ഒരേപോലെ അല്ല നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. എൻസൈം ഉപയോഗിച്ച് കഴിയുമ്പോൾ, when enzyme is involved in a chemical reaction, the rate increases manifold. റേറ്റ് പല മടങ്ങായി കൂടുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ എൻസൈം ഉപയോഗിക്കാത്ത കെമിക്കൽ റിയാക്ഷന്റെ റേറ്റ് കുറവായിരിക്കും. എൻസൈം ഉപയോഗിച്ച് കഴിയുമ്പോൾ അതിന്റെ കെമിക്കൽ റിയാക്ഷന്റെ റേറ്റ് വളരെയധികം വർദ്ധിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അത് എന്താണ്, എങ്ങനെയാണ് കെമിക്കൽ റിയാക്ഷന്റെ റേറ്റ്, എൻസൈം എങ്ങനെയാണ് കെമിക്കൽ റിയാക്ഷന്റെ റേറ്റിനെ സ്വാധീനിക്കുന്നത് എന്ന് കാണിക്കുന്ന ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന ഒരു കെമിക്കൽ റിയാക്ഷനാണ്, അല്ലെങ്കിൽ ഒരു കെമിക്കൽ റിയാക്ഷനാണ് carbon dioxide plus water, reaction between carbon dioxide and water to give carbonic acid H2CO3. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് വെള്ളത്തിൽ ലയിച്ചു കഴിയുമ്പോൾ അല്ലെങ്കിൽ വെള്ളവുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിയുമ്പോൾ എന്തുണ്ടാവുന്നു? കാർബോണിക് ആസിഡ് ഉണ്ടാകുന്നു. ഇതൊരു റിവേഴ്സിബിൾ റിയാക്ഷൻ കൂടിയാണ്. ഇപ്പോൾ കാർബോണിക് ആസിഡ് ഡീകമ്പോസ് ചെയ്ത്, അല്ലെങ്കിൽ കാർബോണിക് ആസിഡ് ഡീകമ്പോസ് ചെയ്ത് വാട്ടറും ഡിസോസിയേറ്റ് ചെയ്ത് വാട്ടറും കാർബൺ ഡൈ ഓക്സൈഡും ഉണ്ടാകുന്നു. അപ്പോൾ ഇതൊരു റിവേഴ്സിബിൾ റിയാക്ഷൻ കൂടിയാണ്. ഈ റിയാക്ഷൻ നോർമലി നടന്നാൽ നമുക്കറിയാം, കാർബൺ ഡൈ ഓക്സൈഡ് വെള്ളവുമായിട്ട് റിയാക്ട് ചെയ്യും അണ്ടർ നോർമൽ കണ്ടീഷൻസ് വിത്തൗട്ട് എനി കാറ്റലിസ്റ്റ്. അപ്പോൾ വിത്തൗട്ട് എനി കാറ്റലിസ്റ്റ് അല്ലെങ്കിൽ എൻസൈം ഇല്ലാതെ തന്നെ ഈ കെമിക്കൽ റിയാക്ഷൻ നടക്കാം. സോ നോർമലി ഈ കെമിക്കൽ റിയാക്ഷൻ നടന്നാൽ, അതായത് കാറ്റലിസ്റ്റോ എൻസൈമോ ഒന്നുമില്ലാതെ ഈ കെമിക്കൽ റിയാക്ഷൻ നടന്നാൽ ഉണ്ടാകുന്ന കാർബോണിക് ആസിഡിന്റെ എണ്ണം 200 per 1 hour. അതായത് ഒരു മണിക്കൂർ ഈ കെമിക്കൽ റിയാക്ഷൻ നടന്നാൽ 200 മോളിക്യൂൾസ് ഓഫ് കാർബോണിക് ആസിഡ് ആണ് ഉണ്ടാവുക. അതേസമയം നമ്മുടെ ശരീരത്തിൽ വിത്തിൻ അവർ ബോഡി ഇൻ ദ പ്രസൻസ് ഓഫ് ആൻ എൻസൈം ഈ കെമിക്കൽ റിയാക്ഷൻ നടന്നാൽ, ഇവിടെ ഈ കെമിക്കൽ റിയാക്ഷൻ നടക്കുന്ന എൻസൈം, നമ്മുടെ ശരീരത്തിൽ ഈ കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ ഒരു എൻസൈം ഉപയോഗിക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞു എല്ലാ മെറ്റബോളിക് റിയാക്ഷൻസും എൻസൈമാറ്റിക് കെമിക്കൽ റിയാക്ഷൻസ് ആണെന്ന് പറഞ്ഞു. നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന ഈ കെമിക്കൽ റിയാക്ഷനും ഒരു എൻസൈമാറ്റിക് കെമിക്കൽ റിയാക്ഷൻ ആണ്. ഇറ്റ് ഈസ് കാറ്റലൈസ്ഡ് ബൈ an enzyme, and that enzyme is carbonic anhydrase. Carbonic anhydrase. അപ്പോൾ കാർബോണിക് ആൻഹൈഡ്രേസ് എന്ന് വിളിക്കുന്ന ഒരു എൻസൈമാണ് ഈ കെമിക്കൽ റിയാക്ഷനെ കാറ്റലൈസ് ചെയ്യുക.
So in the presence of carbonic anhydrase, carbon dioxide and water reacts to form carbonic acid. And here, when an enzyme is used, സ്ഥിതിയാകെ മാറുന്നു. അവിടെ 6 ലക്ഷത്തോളം കാർബോണിക് ആസിഡ് മോളിക്യൂൾസ് ഉണ്ടാകുന്നു ഇൻ 1 സെക്കൻഡ്. അതായത് എൻസൈം ഇല്ലാതെ 1 മണിക്കൂറിൽ 200 മോളിക്യൂൾസ് മാത്രം കാർബോണിക് ആസിഡ് ഉണ്ടായ സ്ഥാനത്ത് എൻസൈം ഉപയോഗിച്ച് കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ 6 ലക്ഷം കാർബോണിക് ആസിഡ് മോളിക്യൂൾസ് 1 സെക്കൻഡിൽ ഉണ്ടാകുന്നു. നോക്കൂ, എൻസൈം ഉപയോഗിക്കുമ്പോഴും അല്ലാത്തപ്പോഴും തമ്മിലുള്ള മാറ്റം നോക്കൂ. അപ്പോൾ എൻസൈം ഉപയോഗിക്കുമ്പോൾ കെമിക്കൽ റിയാക്ഷൻ്റെ റേറ്റ് വളരെ അധികം വർദ്ധിക്കുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇറ്റ് ഇൻക്രീസസ് മെനി ഫോൾഡ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ മെറ്റബോളിക് റിയാക്ഷൻസും എൻസൈം കാറ്റലൈസ്ഡ് കെമിക്കൽ റിയാക്ഷൻസ് ആണ്.